Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പാത്തുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഇതിനായി കുറച്ച് സവാള, മല്ലിയില, കുറച്ച് തക്കാളി ഇതൊക്കെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 സവാളയും 2 തക്കാളിയും അതുപോലെ ഒരു ചെറിയൊരു പിടി മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നമ്മുടെ മസാലയിലേക്ക് വേണ്ട, നമ്മളിത് കച്ചമ്പറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയി അരിഞ്ഞു വന്നപ്പോൾ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകുമാണ്. അപ്പോൾ ഇഞ്ചി ഞാനിപ്പോൾ ഒരു വലിയ 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണത്തോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒക്കെ നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഏകദേശം ഓരോന്ന് 2 ടേബിൾ സ്പൂണോളം വരും. ഇത് നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇത്ര ചെറുതായിരിക്കാൻ കാരണം ഞങ്ങൾ ബിരിയാണിയിലേക്കാണെന്ന് പറയാത്തതുകൊണ്ടാണ് ഇത്ര ചെറുതായത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ബിരിയാണിയിലേക്കാക്കിയിട്ട് കുറച്ച് വലിയ പീസ് നോക്കി വാങ്ങാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയോ പാനോ എന്ത് വേണമെങ്കിലും വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം. സവാളയൊക്കെ നന്നായി മൂത്ത് വരുന്ന വരെ ചെറുതായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ കരിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കരിയുള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മുടെ ഈ പാത്തുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡിഫറെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വരണം, അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയാണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിപ്പോൾ ഒരു പിടിയോളം പുതിന എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. പോരാ, ഒന്നും കൂടി ആയിക്കോട്ടെ. ഇതാ ഇപ്പം നമ്മുടെ സവാളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. ശരിക്കും ഈ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കില്ല. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് എന്തായാലും കെടുക്കട്ടെ വിചാരിച്ചിട്ടതാണ്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ചിക്കനിലേക്ക് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരുന്ന ആ പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് പുതിനയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പാണ്. ഇത് നമ്മുടെ പാത്തു ആണ് ഇടുന്നത്. പാത്തുവിന് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. പാത്തു എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിമ്മയുടെ മോളാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് തൈരാണ്. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിക്കുന്നതും പാത്തുവാണ്, അതുകൊണ്ടാണ് ക്യാമറ കുറച്ച് ക്ലിയർ അല്ലാണ്ട് പോയത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മണി പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ സവാളയാണ്. സവാളയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് അവസാനം വേണം, അപ്പോൾ അതവിടെ ബാക്കി വെക്കുക. ഇനി എല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഞാനിപ്പോൾ 1 കിലോന് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ബിരിയാണി അരി നന്നായി കഴുകി ഒന്ന് വാരാൻ വെച്ചേക്കാണ്. നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് അരി എടുക്കുക. നമ്മുടെ അരിയൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോറ് തയ്യാറാക്കി എടുക്കുന്നത് വറ്റിച്ചിട്ടല്ല, ഊറ്റിയെടുത്തിട്ടാണ്. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. ഇനി വെള്ളത്തിലേക്ക് കുറച്ച് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഇറച്ചിയൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രമൊക്കെ ഒന്ന് ചൂടായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അത്രയും തന്നെ മതി. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഇറച്ചി ഇപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് വേവ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ലേശം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളത്തിലും ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയൊരു തണ്ട് വേപ്പില ഒന്ന് ചെറുതായി ഒന്ന് ഇലയൊക്കെ ഒന്ന് കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാര വെച്ചിരുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളിപ്പോൾ മുഴുവനായിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്ത് വരണം. നമ്മളപ്പോൾ ഈ അരി മുഴുവനായിട്ട് വേവിക്കില്ല, ഒരു 1/4 വേവാണ് നമ്മുടെ അരിക്ക് വേണ്ടത്. ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴാണ് നമ്മുടെ അരി വെന്ത് കിട്ടുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അരി വേവുന്നത് നോക്കി നിൽക്കണം. 1 സെക്കൻഡൊക്കെ മതി, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് പോവും. ഇതപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇതാ നമ്മുടെ ചിക്കൻ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചോറ് ഇപ്പോൾ ഇതിലേക്ക് ഇടില്ല, നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ഇടുന്നത്. ഞാനിട്ട പഴയ ബിരിയാണിയുടെ റെസിപ്പീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ചോറിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും വിതറുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന നമ്മുടെ സവാള അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കനായിട്ട് രണ്ടാമത്തെ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്യുക. വീണ്ടും കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ പുതിനയിലും വിതറുക. അതുപോലെ തന്നെ നമ്മുടെ സവാള വറുത്ത് കോരി വെച്ചിരുന്നതും അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഡാൽഡ ഒഴിച്ചു കൊടുക്കുക.
ഇനി ബാക്കി മല്ലിയില പുതിന ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ബാക്കിയുള്ള വേപ്പില കൂടി ഇട്ടിട്ട് ഒരു വാഴയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കുക. ഞാനിപ്പോൾ നേരിട്ട് വെയിറ്റ് വെച്ചേക്കാണ്. ഇതൊരു പഴയൊരു പത്തിരിക്കല്ലാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇതപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്നായിട്ട് ഇളക്കണം. ആകെ ഇട്ട് കുത്തി കലർത്തരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റായ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പാത്തുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നമ്മുടെ പാത്തുവിനെ കാണാം. അപ്പോൾ പുതിയൊരു സൂപ്പർ വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.